ഹരേ കൃഷ്ണ. കലികാലം. കലികാലത്ത് നാമജപത്തിൻ്റെ പ്രാധാന്യം, അതിനെക്കുറിച്ചാണ് ഈ പറയുന്നത്. എങ്ങും അശാന്തി, കാണുന്നതും കേൾക്കുന്നതുമെല്ലാം അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, എവിടെ നോക്കിയാലും പ്രയാസങ്ങൾ, എന്തെങ്കിലും പ്രശ്നങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലും ഇടയ്ക്കിടയ്ക്ക് സംഭവിച്ചു കൊണ്ടേയിരിക്കും. എന്നും സമാധാനമായിട്ട് ജീവിക്കാനേ ആവില്ല ആർക്കും. അതാണ് കലികാലം. പക്ഷേ ഭക്തർക്ക് കലികാലമാണ് ഏറ്റവും നല്ല കാലം. കാരണം എളുപ്പത്തിൽ ഭഗവാനെ പ്രാപിക്കാം കലികാലത്ത്. നാമജപം കൊണ്ട് മാത്രം ഭഗവാനെ എളുപ്പത്തിൽ പ്രാപിക്കാനാവും കലികാലത്ത്. ഭക്തി കൊണ്ട് മാത്രമേ കലികാലത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാവൂ. നോക്കൂ, ഇപ്പോൾ തന്നെ സമാധാനമില്ലാത്ത കാലം. കൊലപാതകങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും പീഡനങ്ങളും. ഇനി പോകെ പോകെ ഇതിലും കൂടും പ്രശ്നം. മാന്യമായ ജീവിതം ജീവിക്കാൻ ജനങ്ങൾ വളരെയേറെ കഷ്ടപ്പെടേണ്ടി വരും. മറ്റ് യുഗങ്ങളിലൊക്കെ, അതായത് സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, ഈ യുഗങ്ങളിലൊക്കെ ആയിരക്കണക്കിന് വർഷങ്ങൾ തപസ് ചെയ്താലേ, അല്ലെങ്കിൽ യാഗങ്ങൾ, യജ്ഞങ്ങൾ ഇവയൊക്കെ ചെയ്താലേ ഭഗവാനെ പ്രാപിക്കുമായിരുന്നുള്ളൂ. എന്നാൽ കലികാലത്ത് അങ്ങനെയല്ല. നാമജപം കൊണ്ട് മാത്രം ഭഗവാനെ പ്രാപിക്കാനാവും. നിരന്തരമായി നാമം ജപിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് വളരെയേറെ മാറ്റമുണ്ടാവും. അതെ, അത്ഭുതകരമായ മാറ്റം സംഭവിക്കും നിരന്തര നാമജപം കൊണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ് വായു, ഭക്ഷണം, വെള്ളം ഒക്കെ, അല്ലേ? അതേപോലെ നാമജപവും ജീവിതചര്യയാക്കി മാറ്റണം. നിങ്ങളുടെ ഓരോ ശ്വാസത്തിലും ഭഗവാനെ സ്മരിക്കണം, ജപിക്കണം. എങ്കിൽ 3 മാസം ഇതുപോലെ തുടർച്ചയായി ജപിച്ചു നോക്കൂ. ഒരസുഖത്തിന് ഡോക്ടർ മരുന്ന് നിർദ്ദേശിച്ചാൽ 2 മാസമോ 3 മാസമോ ഡോക്ടർ പറയുന്നതിനനുസരിച്ച് മരുന്ന് കഴിക്കും, അല്ലേ? എന്നാൽ നിങ്ങൾ ആരാധിക്കുന്ന ദേവതയുടെ നാമം ഇടതടവില്ലാതെ ജപിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വസിക്കാനാവാത്ത മാറ്റം വരും. നിങ്ങൾ എത്ര തിരക്കിലാണെങ്കിലും എത്ര വലിയ വിഷമത്തിലാണെങ്കിലും ജപിക്കുക, ജപിച്ചുകൊണ്ടേയിരിക്കുക. ചിലപ്പോൾ വളരെ സങ്കടത്തിലും ടെൻഷനിലുമാണെങ്കിൽ ജപിക്കാനൊന്നും തോന്നില്ല. അപ്പോൾ കൃഷ്ണനാണ് നിങ്ങളുടെ ഇഷ്ടദൈവമെങ്കിൽ കൃഷ്ണ 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 എന്ന് ഉരുവിട്ടുകൊണ്ടേയിരിക്കുക. പതുക്കെ നിങ്ങളുടെ മനസ്സിലെ സമ്മർദ്ദം കുറയുന്നത് മനസ്സിലാക്കാനാവും. പ്രക്ഷുബ്ധമായ മനസ്സ് ശാന്തമാകുന്നത് അനുഭവിച്ചറിയാൻ സാധിക്കും. നിരന്തരമായി നാമം ജപിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിനുണ്ടാവുന്ന മാറ്റങ്ങൾ നോക്കാം. ഒരു വിധത്തിലുള്ള ടെൻഷനും ബാധിക്കില്ല. ശാന്തത കൈവരും. ആരു തന്നെ പ്രകോപിപ്പിച്ചാലും എല്ലാം ഒരു ചിരിയിൽ ഒതുക്കാൻ പറ്റും. എല്ലാം ചിരിച്ചു തള്ളാൻ പറ്റും. മുമ്പ് നിങ്ങൾ നിസ്സാര കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടുന്ന ആളാണെങ്കിൽ ജപത്തിലൂടെ നിങ്ങളുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റും. മുൻപ് നിങ്ങൾ നിസ്സാര കാര്യങ്ങളിൽ ഭയം ഉണ്ടായിരുന്ന ഒരാളാണെങ്കിൽ ജപിക്കുന്നതിലൂടെ ഒന്നിലും ഭയം ഉണ്ടാവുകയില്ല. മുൻപ് നിങ്ങൾക്ക് എളുപ്പത്തിൽ അസുഖം ബാധിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ജപിക്കുന്നതിലൂടെ നല്ല രോഗപ്രതിരോധ ശേഷി നിങ്ങൾക്ക് കൈവരും. ഒരസുഖവും നിങ്ങളെ ബാധിക്കില്ല. ഇനി അസുഖം ഉണ്ടായാൽ തന്നെ ജപം കൊണ്ട് നിങ്ങളുടെ മനസ്സ് നല്ല ദൃഢമായിട്ടുണ്ടാവും. നമുക്കുണ്ടാവുന്ന അസുഖങ്ങൾ കൂടാൻ കാരണം കുറേയൊക്കെ നമ്മുടെ മനസ്സ് തന്നെയാണ്, അല്ലേ? അസുഖം വന്നാൽ നമ്മുടെ മനസ്സിൽ ഭയമുണ്ടാവും. പിന്നെ നമ്മൾ പലതും ചിന്തിച്ചു കൂട്ടും അസുഖത്തെക്കുറിച്ചും. അങ്ങനെ ആയാൽ തന്നെ അസുഖം കൂടും. പക്ഷേ ജപിക്കുന്നതിലൂടെ നിങ്ങളുടെ മനസ്സ് ദൃഢമാവുന്നത് കൊണ്ട് അസുഖം വന്നാൽ തന്നെ നിങ്ങൾക്ക് പോസിറ്റീവ് മൈൻഡ് കൊണ്ട് പെട്ടെന്ന് അസുഖം മാറുകയും ചെയ്യും. ഇനി അലസത ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ സ്ഥിരമായിട്ട് ജപിക്കുന്നതിലൂടെ നിങ്ങളുടെ അലസതയും മടിയും എല്ലാം മാറും. നിങ്ങൾക്ക് എല്ലാത്തിലും ഉന്മേഷം തോന്നും. നിരന്തര ജപത്തിലൂടെ അതിരാവിലെ എഴുന്നേൽക്കാനും കുളിച്ച് എപ്പോഴും വൃത്തിയായി നടക്കാനും വീടും പരിസരവും വൃത്തിയാക്കിയിടാനും രാവിലെയും സന്ധ്യയ്ക്കും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാനും ജപിക്കാനും വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തുകയും ചെയ്യും. ഉറങ്ങാൻ കിടക്കുമ്പോൾ പല കാര്യങ്ങളും ചിന്തിച്ച് നമ്മുടെ ചിന്തകൾ കാട് കയറാറുണ്ടല്ലേ? പക്ഷേ നിങ്ങൾ നിരന്തരം ജപിക്കുന്നതിലൂടെ കിടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സുഖമായി ഉറങ്ങാൻ സാധിക്കും. അതിരാവിലെ ഉന്മേഷത്തോടെ എണീക്കാനും സാധിക്കും. ഇനി ഇടയ്ക്കിടയ്ക്ക് പകൽ സമയങ്ങളിൽ ഒന്ന് കിടക്കട്ടെ എന്നുള്ള ചിന്തയും ഉണ്ടാവില്ല. അതായത് ഒരു ക്ഷീണവും നിങ്ങൾക്ക് പിന്നെ തോന്നുകയേയില്ല. ഇനി നിങ്ങളുടെ വീട്ടിലെ മറ്റ് അംഗങ്ങളെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ. കാരണം മറ്റുള്ളവർ പഴയ പോലെ ആയിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. അത് നിരന്തരമായ ജപത്തിലൂടെ വന്ന മാറ്റങ്ങളാണ്.
സമാധാനമായി ഉറങ്ങാൻ സാധിക്കൽ, മടിയില്ലായ്മ, പ്രതിരോധശേഷി കൂടൽ, ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങളൊന്നും വരാതിരിക്കൽ, ഇതൊക്കെയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ നിരന്തര ജപത്തിലൂടെ സാധിക്കും. ഒരു 3 മാസം നിങ്ങൾ ഇതുപോലെ ഒന്ന് ജപിച്ചു നോക്കൂ. അത്ഭുതകരമായ മാറ്റം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും. ഒരാഗ്രഹങ്ങൾക്കും വേണ്ടിയാവരുത് എന്ന് മാത്രം. ഭഗവാനെ കിട്ടാൻ മാത്രമായിരിക്കണം, ആത്മാർത്ഥമായി ആ ആഗ്രഹം മാത്രമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. എനിക്ക് മറ്റൊന്നും വേണ്ട ഭഗവാനെ, എനിക്ക് അങ്ങയെ മാത്രം മതി എന്ന് വിചാരിച്ച് ഒന്ന് ജപിച്ചു നോക്കൂ. വളരെ നല്ല മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ഓരോ വാക്കുകളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.